السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 115, അഹ്വാലുൽ മുസ്നദ് 28, പേജ് 163 164. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. وأما تأخيره فلأن ذكر المسند إليه أهم كما مر. وأما تأخيره, അപ്പോൾ മുസ്നദിനെ പിന്തിക്കലാകുന്നത്, അയ്യൽ മുസ്നദിനെ പിന്തിക്കൽ. ഫലിഅന്ന ദിക്റൽ മുസ്നദി ഇലൈഹി അഹമ്മു, മുസ്നദ് ഇലൈഹിയെ പറയൽ അഹമ്മായതിന് വേണ്ടിയിട്ടാണ്. കമാ മർറ ഫീ തഖ്ദീമിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ മുന്തിക്കുന്ന ചർച്ചയിൽ അത് കഴിഞ്ഞുപോയതുപോലെ. അത് 96-ാം പേജിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വഅമ്മാ തഖ്ദീമുഹു ഫലി കൗനി ദിക്രിഹി അഹമ്മ ഇമ്മാ ലി അന്നഹുൽ അസ്ലു വലാ മുഖ്തദിയ ലിൽ ഉദൂലി അൻഹു. മുസ്നദ് ഇലൈഹിയെ പറയൽ അഹമ്മായതിന് വേണ്ടിയിട്ടാണ്. ആ അഹമ്മീയത്തിന് പല കാരണങ്ങളുമുണ്ട്. അത് ഒന്നിരിക്കൽ മുസ്നദ് ഇലൈഹി അസിലാണ്, മുന്തിക്കലാണുള്ള അസില്. ആ തഖ്ദീമിനെ തൊട്ട് ഉദൂലിനെ തേടുന്ന കാര്യവുമില്ല. പിന്നെ ഒരുപാട് ബഹസുകൾ അവിടെ വിവരിച്ചിട്ടുണ്ട്. അല്ലാമ സക്കാക്കി എന്നവരും ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളും തമ്മിലുള്ള ഖിലാഫുകളും, മുസ്നദ് ഇലൈഹിയെ മുന്തിച്ചാൽ തഖ്സീസുണ്ടോ ഇല്ലേ എന്നെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഒരു വലിയ ബഹസ് തന്നെ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് 96-ാം പേജ് മുതൽ നോക്കിയാൽ മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ മുസ്നദ് ഇലൈഹിയെ എവിടെയെല്ലാം മുന്തിക്കുന്നുവോ അവിടെയെല്ലാം മുസ്നദിനെ പിന്തിക്കണം എന്ന് ചുരുക്കം. അതാണ് വഅമ്മാ തഅഖീറുഹു, അപ്പോൾ മുസ്നദിനെ പിന്തിക്കൽ. ഫലിഅന്ന ദിക്റൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ പറയലാതിന് വേണ്ടിയിട്ടാണ്. അഹമ്മു കമാ മർറ ഫീ തഖ്ദീമിൽ മുസ്നദി ഇലൈഹി. അപ്പൊ അവിടെ കൂടുതൽ ഇവിടെ പറയാനില്ല. അതെല്ലാം മുസ്നദ് ഇലൈഹിനെ തഖ്ദീം ചെയ്യുന്ന ബഹസിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസ്നദ് ഇലൈഹിനെ മുന്തിക്കുന്ന സ്ഥലത്തെല്ലാം മുസ്നദിനെ പിന്തിക്കേണ്ടി വരും. ഇവിടെ ചർച്ച വഅമ്മാ തഖ്ദീമുഹു അയ്യൽ മുസ്നദി, അപ്പോൾ മുസ്നദിനെ മുന്തിക്കലാകുന്നത് ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി ഇലൈഹി, ആ മുസ്നദിനെ പ്രത്യേകമാക്കിയതിന് വേണ്ടിയിട്ടാണ്. ബിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയിൽ അതിനെ പ്രത്യേകമാക്കുക. അതായത് മുസ്നദിനെ മുസ്നദ് ഇലൈഹി കൊണ്ട് ഖാസാക്കുക. മുസ്നദ് ഇലൈഹിക്ക് ഈ ഒരു മുസ്നദ് മാത്രം, മുസ്നദ് ഇലൈഹിക്ക് ഈ ഒരു മുസ്നദ് മാത്രമാണ് ഉള്ളത്, വേറൊരു മുസ്നദ് ഇല്ല. അതായത് ഖസ്റി ഇദാഫിയാണ് ഇവിടെ. നഫി ചെയ്യപ്പെട്ട മുസ്നദിനെ അപേക്ഷിച്ച് ഈ മുസ്നദ് ഇലൈഹി മാത്രം, ഈ മുസ്നദ് മാത്രം. നഫി ചെയ്യപ്പെട്ട ഒരു മുസ്നദ് ഉണ്ട്, അതിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഈ മുസ്നദ് മാത്രമുള്ളൂ. അതാണ് ഫലി തഖ്സീസിഹി, മുസ്നദിനെ ഖാസാക്കിയതിന് വേണ്ടിയിട്ടാണ്. അതായത് ഖാസാക്കലിനെ കരുതിയതിന് വേണ്ടിയിട്ടാണ്. ഫലി തഖ്സീസിഹി എന്ന് പറഞ്ഞിട്ട് ഫലി ഖസ്ദി തഖ്സീസിഹി, മുസ്നദിനെ പ്രത്യേകമാക്കലിനെ കരുതിയതിന് വേണ്ടിയിട്ടാണ് ബിൽ മുസ്നദി ഇലൈഹി കൊണ്ട്. അപ്പോൾ മുസ്നദ് ഇലൈഹിക്ക് ഈ ഒരു മുസ്നദ് മാത്രമാണ് ഉള്ളത്. കേട്ടോ. പിന്നെ ഐലി ഖസ്രിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ ഖസ്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. ആരുടെ മേൽ? അലൽ മുസ്നദി, മുസ്നദിന്റെ മേൽ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്നദ് ഇലൈഹിക്ക് ഈ ഒരു മുസ്നദ് മാത്രം. അപ്പോൾ മുസ്നദ് ഇലൈഹിയെ
മുസ്നദിന്റെ മേൽ ചുരുക്കി. മുസ്നദ് ഇലൈഹി മഖ്സൂർ, മുസ്നദ് മഖ്സൂർ അലൈഹി. അപ്പോൾ ഇവിടെ ബിൽ മുസ്നദ് ഇലൈഹി എന്ന് പറഞ്ഞാൽ മുസ്നദ് ഇലൈഹി മഖ്സൂറാണ്. മുസ്നദ് ഇലൈഹി മഖ്സൂറാണ്. ഈ മഖ്സൂറിലാണ് ബാ കടന്നത്. അതിനാണ് ശാരിഹി പറയുന്നത് അലാമ ഹഖഖ്നാഹു ഫീ ലമീരിൽ ഫസ്ലി. ഫസ്ലിന്റെ ലമീറിൽ നാം ഈ വിഷയം സ്ഥിരീകരിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ, ഉറപ്പിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ. ഫസ്ലിന്റെ ലമീറിന്റെ ബഹസിൽ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ബാ കടന്നത് മഖ്സൂറിലാണ്. ഇവിടെ ബിൽ മുസ്നദിയിലേഹി ഒരു തഖ്സീസ്, ഖസ്സസക്ക് ഒരു ബാ ഖസ്സസിന്റെ പിന്നിൽ വരും. അത് ചില സമയത്ത് മഖ്സൂർ അലൈഹിൽ ബാ കടക്കും, ചിലപ്പോൾ മഖ്സൂറിലും കടക്കും. ഇവിടെ മഖ്സൂറിലാണ് കടന്നത്. അതാണ് ഈ പറഞ്ഞതിൽ ബിൽ മുസ്നദി ഇലൈഹി, മുസ്നദി ഇലൈഹിയെ കൊണ്ട് മുസ്നദിനെ പ്രത്യേകമാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മുസ്നദ് ഇലൈഹിക്ക് ഈ മുസ്നദ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായി? മുസ്നദ് ഇലൈഹിക്ക് മുസ്നദ് മാത്രമാണെന്ന് പറയുമ്പോൾ മുസ്നദ് ഇലൈഹിയെ മുസ്നദിന്റെ മേൽ എന്ത് ചെയ്തു? ഖസ്ർ ചെയ്തു, പരിമിതപ്പെടുത്തി എന്നർത്ഥം. അപ്പോൾ ഇവിടെ ബിൽ മുസ്നദ് ഇലൈഹി എന്ന മഖ്സൂറിൽ ബാ കടന്നു. അതാണ് അലാമ ഹഖഖ്നാഹു ഫീ ലമീരിൽ ഫസ്ലി. ഫസ്ലിന്റെ ലമീറിൽ നമ്മൾ അത് സ്ഥിരീകരിച്ച് ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ. ഇവിടെ 95-96 പേജിൽ അത് മുഖ്തസറിൽ വിവരിച്ചിട്ടുണ്ട്. വ അമ്മാ ഫസ്ലുഹു അയ്യൽ മുസ്നദി ഇലൈഹി ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി. ആ മുസ്നദ് ഇലൈഹിയെ മുസ്നദ് കൊണ്ട് പ്രത്യേകമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ബിൽ മുസ്നദി എന്ന മഖ്സൂറിൽ ബാ കടന്നതുപോലെ ഇവിടെയും ബിൽ മുസ്നദി ഇലൈഹി എന്ന് മഖ്സൂറിൽ ബാ കടന്നു. ഫസ്ലിന്റെ ലമീറിന്റെ ബഹസിൽ ബിൽ മുസ്നദി എന്ന് പറഞ്ഞോടത്ത് മഖ്സൂർ മുസ്നദാണ്, ഇവിടെ മഖ്സൂർ മുസ്നദ് ഇലൈഹിയാണ്. രണ്ടു സ്ഥലത്തും മഖ്സൂറിലാണ് ബാ കടന്നത്. അൽഫയിലും നമുക്കത് പല സ്ഥലത്തും കാണാൻ കഴിയും. വല്ലിസുമു ഖദ് ഖുസ്സിസ ബിൽ ജദ്ദി കമാ ഖദ് ഖുസ്സിസൽ ഫീലു ബി അയ്യൻ ജസിമ. ഇസ്മിനെ ജർറ് കൊണ്ട് ഖാസാക്കപ്പെട്ടു ബിൽ ജദ്ദി. അപ്പം ജർറ് മഖ്സൂറാണ്, ജർറിനെ ഇസ്മിന്റെ മേൽ ചുരുക്കി. അവിടെ മഖ്സൂറിൽ ബാ കടന്നു. ഖദ് ഖുസ്സിസൽ ഫീലു ബി അയ്യൻ ജസിമ. കണ്ടോ? അവിടെയും മഖ്സൂറിലാണ് ഇബ്നു മാലിക് തങ്ങൾ ബാഇനെ കടത്തിയിട്ടുള്ളത്. അവിടെ ചില കിതാബുകളിലൊക്കെ ഇബാറത്തിൽ കൽബുണ്ട് എന്ന് കാണാം. അതിന്റെ ആവശ്യമില്ല. അൽഫിയുടെ പഴയ കിതാബുകളിലൊക്കെ വല്ലിസ്മു ഖദ് ഖുസ്സിസ ബിൽ ജദ്ദി വഫി ഹാദിഹിൽ ഇബാറത്തി കൽബുൻ ഐ വൽ ജദ്ദു ഖദ് ഖുസ്സിസ ബിൽ ഇസ്മി എന്നാണ് പറയേണ്ടത്. മഖ്സൂർ അലൈഹിലെ ബാ കടക്കാൻ പാടുള്ളൂ, മഖ്സൂറിൽ കടക്കാൻ പാടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചില ഇബാറത്തുകൾ അൽഫയുടെ പഴയ അൽഫയിൽ ഷറഹിൽ കാണാൻ കഴിയും. അതിന്റെ ആവശ്യമില്ല. കാരണം മഖ്സൂറിലും ബാ കടക്കും, മഖ്സൂർ അലൈഹിലും ബാ കടക്കും. ആ 95-96 പേജ് ഒന്ന് മറിച്ചു നോക്കിയാൽ അത് അവിടെ വിവരിച്ചിട്ടുണ്ട്. കാരണം അന്ന മഅന ഖൗലിന, നമ്മുടെ ഖൗലിന്റെ മഅന തമീമിയുൻ അന, തമീമിയി മാത്രമാണ് ഞാൻ. ആരല്ല? കൈസിയ്യത്ത് അല്ല. അപ്പോൾ കൈസിയ്യത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് മുത്തക്കല്ലിമിനെ ആരുടെ മേൽ ചുരുക്കി? തമീമി എന്ന സിഫത്തിന്റെ മേൽ ചുരുക്കി. തമീമി മാത്രമാണ് ഞാൻ. അപ്പോ ഈ മുത്തക്കല്ലിമ് മഖ്സൂറാണ്. ആരുടെ മേൽ? എന്തിന്റെ മേൽ മഖ്സൂറാണ്? തമീമിയിന്റെ മേൽ മഖ്സൂറാണ്. തമീമി മാത്രമാണ് ഞാൻ, ആരല്ല? കൈസിയ്യത്ത് അല്ലാന്ന. കസ്ർ ഇലാഫിയാണത്. അല്ലാതെ
മറ്റൊരു സിഫത്തും മുത്തക്കല്ലിമിന് ഇല്ല എന്നല്ല, കൈസിയത്തെന്ന സിഫത്ത് ഇല്ല. അപ്പോൾ അന്നമാന കൗലിന, നമ്മുടെ കൗലിന്റെ മാന തമീമിയുൻ അന, ഞാൻ തമീമി മാത്രമാണ് എന്ന് പറഞ്ഞത്. ഹുവ ആ മഅന അന്നഹു, ഈ അന ഈ മുത്തകല്ലിമ് അന്നഹു തമീമിയുൻ അന, ഹുവ മഅന, ഹുവ എന്ന് പറഞ്ഞാൽ മഅന അന്നഹു, ഈ മുത്തക്കല്ലിമായ അന എന്ന മുസ്നദ് ഇലൈഹി മഖ്സൂറൻ അല തമീമിയ്യത്തി, തമീമിയ്യത്തിന്റെ മേൽ കസ്റാക്കപ്പെട്ടതാണ്. ലാ യതജാവസു, ഈ മുത്തക്കല്ലിമ് വിട്ടുകിടക്കുന്നില്ല. ഹാ തമീമിയ്യത്തിനെ വിട്ടുകിടക്കുന്നില്ല. എന്തിലേക്ക്? ലിൽ കൈസിയ്യത്തി, കൈസിയ്യത്തിലേക്ക് വിട്ടുകിടക്കുന്നില്ല. ലാ യതജാവസു, ഈ അന എന്ന മുത്തക്കല്ലിമ് വിട്ടുകിടക്കുന്നില്ല. ഹാ തമീമിയ്യത്തിനെ വിട്ടുകിടക്കുന്നില്ല. എന്തിലേക്ക്? കൈസിയ്യത്തിലേക്ക്. അപ്പോൾ ഞാൻ തമീമി മാത്രമാണ്, ആരല്ല? കൈസിയ്യത്ത് അല്ല. അത് കസ്ർ ഇഫ്റാദോ കസ്ർ കൽബോ കസ്ർ തഈരോ എന്തും നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ മുഖാത്തബിന്റെ അവസ്ഥ പോലെ കസ്റിന്റെ പേര് മാറും. മുഖാത്തബ് രണ്ടിനെയും തമീമിയും കൈസിയുമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ, സഹാബത്തിൽ അങ്ങനെ ചിലരുണ്ടല്ലോ, ഖസ്റജി ഉണ്ട്, ഔസിയും ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പേരിലാണ് മശഹൂറെങ്കിലും യഥാർത്ഥത്തിൽ ഈ സഹാബി കൈസിയത്തിൽ പിന്നെ ഔസിയിലും ഉൾപ്പെടും, ഖസ്റജിയിലും ഉൾപ്പെടും എന്നതുപോലെ രണ്ടും ആണ് എന്ന് മനസ്സിലാക്കിയവരോട് എന്ന് പറയാം, കസ്ർ ഇഫ്രാദാണ്. അങ്ങനെ ആണെങ്കിൽ രണ്ടും ആകാൻ ഇംകാനുള്ളോടത്ത് കസ്ർ ഇഫ്രാദ്. ഒരാൾ തമീമിയും കൈസിയും ആവാൻ ബാപ്പ വഴി തമീമിയും ഉമ്മ വഴി കൈസിയത്തുമാണെങ്കിലും അങ്ങനെ ഇഹ്തിമാൽ പറഞ്ഞേക്കാം. പിന്നെ മക്കളിൽ ഒരാൾ കൈസിയും ഒരാൾ തമീമിയുമായാൽ, ഒരു വല്ലിപ്പ പേര് കൈസ് എന്നുണ്ട്, ആ വല്ലിപ്പാന്റെ മകന്റെ പേര് തമീമു എന്നുമുണ്ട്. ഇയാളുടെ മക്കൾക്ക് ഒന്നാം വല്ലിപ്പയിലേക്ക് ചേർത്ത് നോക്കിയിട്ട് കൈസിയത്ത് എന്നും രണ്ടാമത്തെ ആളിലേക്ക് ചേർത്തി നോക്കിയിട്ട് തമീമിയത്തും എന്നും പറയാം. ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ്. അല്ലാതെ തമീമിയും കൈസിയും ഒരാൾ തന്നെ രണ്ടാളും ആവാം എന്നല്ല ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഉദാഹരണങ്ങൾ വിവരിച്ചതാണ്. ഇനി തമീമി അല്ല കൈസിയാണെന്ന് മനസ്സിലാക്കിയവനോട് പറയുമ്പോൾ കസ്ർ കൽബാവും. തമീമിയാണോ കൈസിയാണോ എന്ന് ശക്കുള്ളവനോട് പറയുമ്പോൾ കസ്ർ തഈനും ആകും. പിന്നെ നഹ്വു ലാ ഫീഹാ ഖൗലുൻ, സ്വർഗത്തിലെ കണ്ണിൽ മാത്രം എന്തില്ല? ഖൗലുൻ, ലഹരി ഇല്ലാതെ. അപ്പോൾ ലഹരി ഇല്ലായ്മ സ്വർഗത്തിലെ കള്ളുകളിൽ മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുന്യാവിലെ കള്ളുകളിൽ ലഹരി ഉണ്ട് എന്ന്. എന്നല്ലാതെ സ്വർഗത്തിലെ മറ്റുള്ള ഭക്ഷണപാനീയങ്ങളിൽ ലഹരി ഉണ്ട് എന്നല്ല. കസ്ർ ഇലാഫിയാണത്, കസ്ർ ഹക്കീക്കിയല്ല. കസ്ർ ഹക്കീക്കിയാകുകയാണെങ്കിൽ സ്വർഗത്തിലെ മറ്റുള്ള ഭക്ഷണങ്ങളിലും എന്തില്ല? മറ്റുള്ള ഭക്ഷണങ്ങളിൽ ലഹരി ഉണ്ട് എന്ന് പറയേണ്ടി വരും. ദുന്യാവിലെ കള്ളുകളെ അപേക്ഷിച്ച് സ്വർഗത്തിലെ കള്ളുകളിൽ മാത്രം എന്തില്ല? ഖൗലില്ല. അതാണ് പറഞ്ഞ ഐബി ഖിലാഫി ഖുമൂരി ദുനിയാ, ദുന്യാവിലെ കള്ളുകൾക്ക് എതിര്. അപ്പൊ ദുന്യാവിലെ മദ്യപാനങ്ങളിൽ നിന്ന് മദ്യങ്ങളിൽ എന്തുണ്ട്? ഖൗലുണ്ട്. ഫഇന്ന ഫിഹാ ഖൗലൻ. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്നദ് ഇലൈഹിനെ മുന്തിച്ചു, മുസ്നദിനെ പിന്നിച്ചു.
ഇവിടെ പറയേണ്ടത് എങ്ങനെയാണ്? ലാ ഹൗല ഫീഹാന, ലാ റൈബ ഫീഹി എന്ന് ഖുർആനിൽ വന്നതുപോലെ ഇവിടെ അസ്ലനുസരിച്ച് പറയേണ്ടത് എങ്ങനെയാണ്? ലാ ഹൗല ഫീഹ, സ്വർഗത്തിലെ, ലാ ഹൗല ലഹരി ഇല്ല, ഫീഹ സ്വർഗത്തിലെ കള്ളുകളിൽ. അപ്പൊ സ്വർഗത്തിലെ കള്ളുകളിൽ ലഹരിയില്ല എന്ന് ആ അസ്ലനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടൂല? ദുന്യാവിലെ കള്ളുകളിൽ ലഹരി ഉണ്ട് എന്ന് കിട്ടൂല. ദുന്യാവിലെ കള്ളുകളിൽ ലഹരി ഉണ്ട് എന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ലാ ഖൗല ഫീഹ എന്ന് പറയേണ്ട സ്ഥലത്ത് ലാ ഫീഹ ഖൗലുൻ എന്ന് പറഞ്ഞത്. ഐ ബിഖിലാഫി ഖുബൂലി ദുനിയ ഫഇന്ന ഫീഹ ഖൗലൻ, ആ സ്വർഗത്തിലെ ദുന്യാവിലെ കള്ളുകളിൽ ഖൗലുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, ഫഇൻ ഖുൽത, നീ ചോദിച്ചാൽ, അൽ മുസ്നദു, മുസ്നദ് ഹുവ, ആ മുസ്നദ് അൽ ലറുഫു, ലറുഫാണല്ലോ. ഫീഹ എന്ന് പറഞ്ഞ ലറുഫാണ് മുസ്നദ്. അഇനി ഫീഹ, ഫീഹയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൽ മുസ്നദു ഇലൈഹി, മുസ്നദ് ഇലൈഹി ആയ ഖൗല് ലൈസ ബി മഖ്സൂരിൻ അലൈഹി, ഈ ലറുഫിന്റെ മേൽ മഖ്സൂർ അല്ലല്ലോ. മുസ്നദ് ഇലൈഹി ആയ ഖൗല് അല്ലെങ്കിൽ ലാ ഖൗല്, ലാ ഖൗലാണ് യഥാർത്ഥത്തിൽ മുസ്നദ് ഇലൈഹി. ഈ ലാ ഖൗല് ലൈസ ബി മഖ്സൂരിൻ അലൈഹി, ഈ ലറുഫിന്റെ മേൽ, അതായത് മുസ്നദിന്റെ മേൽ മഖ്സൂർ അല്ല. ബൽ അലാ ജുസ്ഇൻ മിന്നു, മുസ്നദ് ഇലൈഹിന്റെ ഒരു ജുസ്ഇന്റെ മേലിലാണല്ലോ മഖ്സൂർ. അതായത് ആ ജുസ് ഏതാണ്? ഐനി അൽ-ലമീറൽ മജ്റൂറർ റാജിഅ ഇലാ ഖുബൂരിൽ ജന്നത്തി, സ്വർഗത്തിലെ ഖുബൂറിലേക്ക് മടങ്ങുന്ന മജ്റൂറായ ലമീറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സ്വർഗത്തിലെ കള്ള് എന്നർത്ഥം കുറിക്കുന്നത്. അപ്പോൾ ലഹരി സ്വർഗത്തിലെ കള്ള്, അതാണ്. അതുപോലെ ഖൗല്, കള്ളിൽ ലഹരി ഇല്ലാന്ന. അപ്പോ മുസ്നദായ ഫീഹ ആ മജ്മൂ എന്തല്ല, മഖ്സൂർ അലൈഹി അല്ല. മഖ്സൂർ അലൈഹി ഹാ എന്ന് പറഞ്ഞ ലമീറാണല്ലോ എന്ന് നീ ചോദിച്ചാൽ, അതാണ് പറഞ്ഞത്. എന്ത്? ഫൈൻ ഖുൽത, നീ ചോദിച്ചാൽ, അൽ മുസ്നദു, മുസ്നദ് ഹുവ അൽ ലറുഫു, ലറുഫാണ്. ഐനി ഫീഹ, ഫീഹയാണ്, ആ മജ്മൂ ആണ്, ജാറും മജ്റൂറിന്റെ മജ്മൂ ആണ് മുസ്നദ്. വൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹി ആകുന്നത് ലൈസ ബി മഖ്സൂരിൻ അലൈഹി, ഇവിടെയുള്ള മുസ്നദിന്റെ മേൽ മഖ്സൂർ അല്ല. ബൽ അലാ ജുസ്ഇൻ മിൻഹു, ആ മുസ്നദിന്റെ ഒരു ജുസ്ഇന്റെ മേലിലാണ്. ഐനി അൽ-ലമീറൽ മജ്റൂറർ റാജിഅ ഇലാ ഖുമൂരിൽ ജന്നത്തി, ഖുമൂറുൽ ജന്നത്തിലേക്ക് മടങ്ങുന്ന ജറാക്കപ്പെട്ട ലമീറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മുസ്നദിന്റെ മജ്മൂഇന്റെ മേൽ മുസ്നദ് മഖ്സൂർ അല്ലല്ലോ. അപ്പോൾ മുസ്നദിന്റെ മജ്മൂ മഖ്സൂർ അലൈഹി അല്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഖുൽതു, ഞാൻ പറയാം, അൽ മഖ്സൂദു, ഇവിടെ മഖ്സൂദ് എന്താണ്? അന്ന അദമൽ ഖൗല്, അദമൽ ഖൗല് ലാ ഖൗല ഫീഹ എന്നാണല്ലോ അസ്ല്, ലാ റൈബ ഫീഹി പോലെ. അപ്പോൾ മുസ്നദിനെ മുന്തിച്ചപ്പോൾ ലാന്റെ ശേഷം മുസ്നദ് വന്നു എന്ന് മാത്രം. ലാ ഖൗല ഫീഹ എന്ന് പറയുമ്പോൾ ആ ഖൗലിനെ പിന്തിക്കുകയും ഫീഹ എന്നതിനെ മുന്തിക്കുകയും ചെയ്തപ്പോൾ ലാ ഫീഹ ഖൗലുൻ. അപ്പൊ നഫി യഥാർത്ഥത്തിൽ മുസ്നദ് ഇലൈഹിൽ കടന്നതാണ്. ഇനി മുസ്നദിന്റെ ജാനിബിലേക്ക് നഫീനെ ഏറ്റുപാട് ചെയ്യാം, അത് പറയുന്നുണ്ട്. ഖുൽതു, ഞാൻ പറയാം, അൽ മഖ്സൂദ്, മഖ്സൂദ് അന്ന അദമൽ ഖൗലി, അദമുൽ ഖൗല്, ലഹരിയുടെ ഇല്ലായ്മ, മഖ്സൂറുൻ, അത് ചുരുക്കപ്പെട്ടതാണ്. എന്തിന്റെ മേൽ? അലൽ ഇത്തിസാഫി ബി ഫീ ഖുമൂരിൽ ജന്നത്തീന, സ്വർഗത്തിലെ കള്ളുകളിൽ ആവലുകൊണ്ട് വസുബ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടതാണ്. അപ്പൊ അദമുൽ ഖൗലിനെ എന്തിന്റെ മേൽ ചുരുക്കി? സ്വർഗത്തിലെ കള്ളുകളിൽ ആവൽ എന്നതിന്റെ മേൽ ചുരുക്കി.
അപ്പോൾ അദമുൽ ഖൗല് മൗസൂഫാണ്. സിഫത്ത് എന്താണ്? അൽ ഖൗലു ബി ഫീ ഖുമൂലിൽ ജന്നത്തീന, സ്വർഗത്തിലെ കള്ളുകളിൽ ആവൽ എന്ന വസ്ഫ് ആർക്കുണ്ട്? അദമുൽ ഖൗല് എന്ന മുസ്നദിന് ഉണ്ട്. അദമുൽ ഖൗല് എന്ന മുസ്നദിന് സ്വർഗത്തിലെ കള്ളുകളിൽ ആവൽ എന്ന വസ്ഫുണ്ട്. കള്ളുകളിൽ ആവൽ. അപ്പോൾ എന്തായി? മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസ്ർ ചെയ്യൽ വന്നു അവിടെ. കാരണം കസ്ർ 182, 183 പേജിൽ പറയുന്നുണ്ട്, അൽ കസ്റു ഹഖീഖിയ്യുൻ വഗൈറു ഹഖീഖിയ്യിൻ വകുല്ലു മിൻഹുമാ നൗആനി കസ്റുൽ മൗസൂഫി അല സിഫത്തി വകസ്റു സിഫത്തി അലൽ മൗസൂഫി. കസ്ർ ഒന്നിരിക്കൽ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസ്റാക്കലാണ്, അല്ലെങ്കിൽ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസ്റാക്കലാണ്. ഇവിടെ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസ്റാക്കലാണ്. മൗസൂഫ് ഏതാണ്? അദമുൽ ഖൗല്. ലഹരി ഇല്ലായ്മ, ആ ലഹരി ഇല്ലായ്മ എന്നതിന് വസ്ഫാണെന്ത്? സ്വർഗത്തിലെ കല്ലുകളിൽ ആവൽ. ആ ആവലുകൊണ്ട് എന്താണ്? ഇത്തിസാഫ്. സ്വർഗത്തിലെ കല്ലുകളിൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന് മേൽ ചുരുക്കപ്പെട്ടതാണ്. എന്താണ്? അന്ന അദമുൽ ഖൗല് മഖ്സൂറൻ, അത് ചുരുക്കപ്പെട്ടു. എന്തിന്റെ മേൽ ചുരുക്കപ്പെട്ടു? അലൽ ഇത്തിസാഫി ബി ഫീ ഖുമൂരിൽ ജന്നത്തി, സ്വർഗത്തിലെ കല്ലുകളിൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടു കേട്ടോ. അപ്പൊ എന്തായി? ഫിഹ എന്ന ആ ജാറു മജ്റൂറിന്റെ മജ്മൂ മഖ്സൂറായി, മഖ്സൂർ അലൈഹിയായി. ആ മജ്മൂ മഖ്സൂർ അലൈഹിയായി. സ്വർഗത്തിലെ കല്ലുകളിൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കാൻ. അപ്പൊ ഫീഹ എന്നതിന്റെ മേൽ തന്നെയാണ് ലാ ഖൗലിനെ എന്ത് ചെയ്തിട്ടുള്ളത്? കസറാക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അൽ മഖ്സൂദു അന്ന അദമുൽ ഖൗല് മഖ്സൂറുൻ, അത് ചുരുക്കപ്പെട്ടതാണ്, കസർ ചെയ്യപ്പെട്ടതാണ്. എന്തിന്റെ മേൽ? സ്വർഗത്തിലെ കല്ലുകളിൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന്റെ മേൽ. അപ്പോ ലഹരി ഇല്ലായ്മക്ക് എന്ത് വസ്ഫുണ്ട്? സ്വർഗത്തിലെ കല്ലുകളിൽ ആവല് കൊണ്ടുള്ള വസ്ഫുണ്ട്. ലാ യതജാവസു, ആ അദമുൽ ഖൗല് വിട്ടുകടക്കുകയില്ല. ഹു, സ്വർഗത്തിലെ കല്ലുകളിൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിനെ എന്തിലേക്ക് വിട്ടുകടക്കുകയില്ല? ഇലൽ ഇത്തിസാഫി ബി ഫീ ഖുമൂരി ദുനിയ, ദുനിയാവിലെ കല്ലുകളിൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിലേക്ക് വിട്ടുകടക്കുകയില്ല. അത് പറഞ്ഞത് കസ്ർ ഇലാഫിയാണെന്ന് അറിയിക്കാനാണ്. ഇനി വനിഇത്തബർതൻ നഫിയ ഫീ ജാനിബിൽ മുസ്നദി, നഫിയിനെ നീ മുസ്നദിന്റെ ജാനിബിൽ ഇത്തിബാർ ചെയ്യുകയാണെങ്കിൽ, ഫൽ മഅന, അപ്പോൾ മഅന അന്നൽ ഖൗല, ലഹരി എന്നത് മഖ്സൂറുൻ, അത് കസ്ർ ചെയ്യപ്പെട്ടതാണ്. അല അദമിൽ ഹുസൂലി ഫീ ഖുബൂരിൽ ജന്നത്തി, സ്വർഗത്തിലെ കല്ലുകളിൽ ഹാസിലാവാതിരിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടതാണ്. അപ്പൊ ലഹരി എന്നതിന് വസ്ഫ് എന്താണ്? സ്വർഗത്തിലെ കല്ലുകളിൽ ആവാതിരിക്കലും. ലഹരിക്ക് വസ്ഫ് സ്വർഗത്തിലെ കല്ലിൽ ആവാതിരിക്ക. ലാ യതജാവസു, ആ ഖൗല് വിട്ടുകടക്കുകയില്ല. ഹു, ഏതിനെ? ഈ അദമുൽ ഹുസൂലിനെ, സ്വർഗത്തിലെ കല്ലുകളിലുള്ള അദമുൽ ഹുസൂലിനെ ആ ഖൗല് വിട്ടുകടക്കുകയില്ല. ഇല അദമിൽ ഹുസൂലി ഫീ ഖുമൂരി ദുനിയ, ദുനിയാവിലെ കല്ലുകളിൽ ഹാസിലാവാതിരിക്കലിലേക്ക് വിട്ടുകിടക്കുകയില്ല. അപ്പോൾ ഖൗല് എന്തിന്റെ മേൽ ചുരുക്കപ്പെട്ടു? സ്വർഗത്തിലെ കല്ലുകളിൽ ഉണ്ടാകാതിരിക്കലിന്റെ മേൽ. സ്വർഗത്തിലെ കല്ലുകളിൽ ഉണ്ടാകാതിരിക്കലിന്റെ മേൽ ഖൗലിനെ കസ്ർ ചെയ്തു. ഖൗല്, ആ ഖൗല് സ്വർഗത്തിലെ കല്ലുകളിൽ ആവാതിരിക്കലിനെയും വിട്ട് എന്തിലേക്ക് കടക്കുകയില്ല? ദുനിയാവിലെ കല്ലുകളിൽ ഹാസിലാവാതിരിക്കലിലേക്ക് വിട്ടുകിടക്കുകയില്ല.
അപ്പോ ദുന്യാവിലെ കല്ലുകളിൽ ഖൗല് ദുന്യാവിലെ കല്ലുകളിൽ ഇല്ല എന്ന് വരൂല. ദുന്യാവിലെ കല്ലുകളിൽ ഉണ്ട്. സ്വർഗത്തിലെ കല്ലുകളിലാണ് ഖൗലില്ല. ഖൗല് സ്വർഗത്തിലെ കല്ലുകളിൽ ഉണ്ടാകുകയില്ല എന്നതിന്റെ മേൽ ചുരുക്കപ്പെട്ടു. മനസ്സിലായില്ലേ? അന്നൽ ഖൗല മുസ്നദിന്റെ ജാനിബിലേക്ക് നഫിനെ ഇത്തിബാർ ചെയ്യാണ്. ലാ ഫീഹ ഖൗലുൻ. അപ്പോ ഖൗലുൻ ലാ ഫീഹ ലാ ഖൗലുൻ ലാ ഫീഹ ഖൗലാകുന്നത് ലാ ഫീഹ സ്വർഗത്തിലെ കല്ലുകളിലില്ല. ഖൗലുൻ ലാ ഫീഹ ഖൗലിനെ മുന്തിച്ചാലേ സ്വർഗത്തിലെ ലഹരിയാവുന്നത് ലാ ഫീഹ സ്വർഗത്തിലെ കല്ലുകളിലില്ല. അപ്പോൾ ലാ ഫീഹ സ്വർഗത്തിലെ കല്ലുകളിൽ മാത്രമില്ല ഖൗലുൻ ഖൗലില്ല എന്നായി. അപ്പോൾ ഖൗലിന്റെ ഇല്ലായ്മ, ഖൗലിന്റെ ഉണ്ടാവൽ ഏതിൽ മാത്രം? സ്വർഗത്തിലെ കല്ലുകളിൽ അല്ലാതിരിക്കലിന്റെ മേൽ മാത്രം. ഖൗല് ഉണ്ടാവൽ എവിടെ മാത്രം? സ്വർഗത്തിലെ കല്ലുകളിൽ അല്ലാതിരിക്കലിന്റെ മേൽ മാത്രം. അങ്ങനെയാണ്. ലാ ഫീഹ ഖൗലും മുസ്നദിന്റെ ജാനിബിലേക്ക് നഫിനെ ഇത്തിബാർ ചെയ്യുമ്പോൾ എന്തായി? ഖൗലിന്റെ ഉണ്ടാകൽ എവിടെ മാത്രം? സ്വർഗത്തിലെ കല്ലുകളിൽ അല്ലാതിരിക്കലിന്റെ മേൽ മാത്രം. അതെ. അപ്പൊ ദുന്യാവിലെ കല്ലുകളിൽ ഖൗലുണ്ട് എന്നായി. അതാണ് ഇവിടെ മാന. ഫൽമാന അന്നൽ ഖൗല ഖൗല് മഖ്സൂറുൻ, അത് കസ്ർ ചെയ്യപ്പെട്ടതാണ്. അല അദമിൽ ഹുസൂലി ഫീ ഖുമൂരിൽ ജന്നത്തി, സ്വർഗത്തിലെ കല്ലുകളിൽ ഹാസിലല്ല എന്നതിന്റെ മേൽ ചുരുക്കപ്പെട്ടതാണ്. അപ്പോ ഖൗല് സ്വർഗത്തിന്റെ കല്ലുകളിൽ ഹാസിലല്ല. അതാണ് ലാ ഫീഹ ഖൗലുൻ, സ്വർഗത്തിലെ കല്ലുകളിലില്ല ഖൗലുൻ, ഖൗലില്ല. അപ്പൊ ലാ ഫീഹ സ്വർഗത്തിലെ കല്ലുകളിൽ മാത്രമാണ് ഇല്ലാത്തത് ഖൗലുൻ ഖൗലാകുന്നത്. ഖൗലില്ലായ്മ ഏതിൽ മാത്രം? സ്വർഗത്തിലെ കല്ലുകൾ അല്ലാതിരിക്കലിന്റെ മേൽ മാത്രം. ലാ യതജാവസു, ആ ഖൗല് വിട്ടുകടക്കുകയില്ല. ഹു സ്വർഗത്തിലെ കല്ലുകളിലുള്ള അദമുൽ ഹുസൂലിനെ വിട്ടുകടക്കുകയില്ല. ഇലാ അദമിൽ ഹുസൂലി ഫീ ഖുമൂരി ദുനിയ, ദുനിയാവിലെ കല്ലുകളിലുള്ള അദമുൽ ഹുസൂലിലേക്ക് വിട്ടുകടക്കുകയില്ല. ഫൽ മുസ്നദ് ഇലൈഹി, അപ്പോൾ മുസ്നദ് ഇലൈഹി മഖ്സൂറുൻ അലൽ മുസ്നദി, മുസ്നദിന്റെ മേൽ കസ്ർ ചെയ്യപ്പെട്ടതാണ്. മുസ്നദിലെ ഖൗല് ലാ ഫീഹന്റെ മേൽ കസ്ർ ചെയ്തു. കസ്റൻ ഗൈറ ഹഖീഖിയ്യൻ, ഹഖീഖി അല്ലാത്ത കസ്റാക്കൽ കസ്റാക്കപ്പെട്ടു. വക്കദാ, ഇങ്ങനെ തന്നെയാണ് എന്ത്? അൽ ഖിയാസു ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗലിലുള്ള ഖിയാസ്. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ദീൻ. അപ്പോ നിങ്ങൾ ഇവിടെ ലക്കും എന്ന ആ ജാറു മജ്റൂറിന്റെ മജ്മു ആണെന്ത്? മഖ്സൂർ അലൈഹി. അപ്പോ നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ് ദീനി, എന്റെ ദീനാകുന്നത്. നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് മാത്രം, നിങ്ങളല്ലാത്തവരിലേക്ക് വിട്ടുകിടക്കുകയില്ല. അതായത് എന്നിലേക്ക് വിട്ടുകിടക്കലില്ല. കസ്ർ ഇളാഫിയാണല്ലോ. നിങ്ങളല്ലാത്തവരിലേക്ക് വിട്ടുകിടക്കും. ഇത് ഹക്കീക്കിയ കസറല്ല, ഇളാഫിയ കസറാണ്. എന്നിലേക്ക് വിട്ടുകിടക്കുന്നില്ല. എന്റെ ദീന് എനിക്ക് മാത്രമാണ് ദീനി, എന്റെ ദീന്. അത് നിങ്ങളിലേക്കും വിട്ടുകിടക്കുന്നില്ല. നിങ്ങളല്ലാത്തവരിലേക്കും പലരിലേക്കും വിട്ടുകിടക്കും. ഇവിടെ ദീനുക്കും എന്ന മുസ്നദ് ഇലൈഹിയെ ലക്കും എന്ന ജാറു മജ്റൂർ ആ മജ്മൂഇന്റെ മേൽ കസറാക്കിയതുപോലെ വലിയ ദീനി എന്ന് പറഞ്ഞ ദീൻ എന്ന മുസ്നദിനെ വലിയ എന്ന ലിയ എന്ന മുസ്നദ് ഇലൈഹി മുസ്നദായ ജാറു മജ്റൂറിന്റെ മജ്മൂഅ് ആ മജ്മൂഇന്റെ മേൽ കസറാക്കിയതുപോലെ ലി എന്നുള്ളത് ജാറു മജ്റൂർ മജ്മൂആണ്. മുസ്നദ് ദീനി എന്നുള്ളത് മുസ്നദ് ഇലൈഹി. അപ്പോൾ അവിടെ എങ്ങനെയാവും അർത്ഥം വരും? ലക്കും ദീനുക്കും എന്ന് പറഞ്ഞോടത്ത് മേൽ പറഞ്ഞതനുസരിച്ച് എന്താവും അർത്ഥം? അവിടെ നിങ്ങളുടെ ദീന് മഖ്സൂറുൻ, അത് കസ്റാക്കപ്പെട്ടു. അലൽ ഇത്തിസാഫി ബി ഖൗലിഹി ലക്കും,
ആ ദീന് നിങ്ങൾക്കാവലുകൊണ്ട് വസഫ് സിദ്ധിക്കാം. അപ്പൊ നിങ്ങളുടെ ദീനിലുള്ള വസഫ് എന്താ? അത് നിങ്ങൾക്കാവൽ എന്നതാണ്. അപ്പൊ നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്കാവലിന്റെ മേൽ കസറാക്കി, അത് എന്നിലേക്ക് വിട്ടുകിടക്കുന്നില്ല. അതുപോലെ തന്നെ അതെ, നിങ്ങളുടെ ദീന് നിങ്ങൾക്കാവലുകൊണ്ട് വസഫ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടു. ആ ദീന് വിട്ടുകിടക്കുന്നില്ല, നിങ്ങൾക്കാവലുകൊണ്ടുള്ള വസഫ് സിദ്ധിക്കലിനെ വിട്ടുകിടക്കുന്നില്ല. എന്തിലേക്ക്? എനിക്കാവലുകൊണ്ടുള്ള ഇത്തിസാഫിലേക്ക് വിട്ടുകിടക്കുന്നില്ല. ഓ ദീനി, എന്റെ ദീനാവുന്ന ലീ, എനിക്ക് മാത്രമാണ് എന്റെ ദീൻ. അതിന്റെ അർത്ഥം എന്താണ്? അത് എന്റെ ദീന് അത് എനിക്കാവലുകൊണ്ട് വസഫ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടു. ആ ദീന് എനിക്കാവലുകൊണ്ടുള്ള വസഫ് സിദ്ധിക്കലിനെ വിട്ടുകിടക്കുന്നില്ല, നിങ്ങൾക്കാവലുകൊണ്ട് വസഫ് സിദ്ധിക്കലിലേക്ക് വിട്ടുകിടക്കുന്നില്ല. അപ്പോൾ എന്റെ ദീന് എനിക്ക് മാത്രം, നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് മാത്രം. നിങ്ങളുടെ ദീനിന് നിങ്ങൾക്കാവലുകൊണ്ട് ഒരു വസിഫിയത്തുണ്ട്. അപ്പൊ സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറ് ചെയ്തു. വലിയ ദീനി, എന്റെ ദീന് എനിക്കാവലുകൊണ്ടുള്ള ആവലുകൊണ്ട് ചുരുക്കപ്പെട്ടു. എനിക്കാവലുകൊണ്ടുള്ള വസിഫുണ്ട് എന്റെ ദീനിന്, സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ ചുരുക്കി. ഇനി സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓ നദീറുഹു, ഇതിന്റെ നദീർ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നതിലുള്ള നദീർ എന്നർത്ഥം. ലറുഫിന്റെ ബാബില് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നതിലുള്ള നദീർ. നദീറുഹു എന്ന് പറഞ്ഞാൽ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുക ലറുഫിന്റെ ബാബില് എന്നല്ലാതെ തക്ദീബിന്റെ ബാബിലല്ല. മുസ്നദിനെ മുന്തിച്ച സ്ഥലത്തല്ല, ലറുഫായി വന്നോടത്ത് സിഫത്തിന്റെ മേൽ മൗസൂഫിനെ കസറാക്കിയ നദീർ. മാ വന്നാണ് ദക്കറഹു, അതിനെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? സാഹിബുൽ മിഫ്താഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗലിൽ, ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, അവരുടെ ഹിസാബ് ഇല്ല അലാ റബ്ബി, എന്റെ റബ്ബിന്റെ മേൽ അല്ലാതെയല്ല, എന്റെ റബ്ബിന്റെ മേൽ മാത്രമാണ് അവരുടെ ഹിസാബ്. അതെ, അപ്പൊ ഇല്ല അലാ റബ്ബി എന്ന ഹിസാബിനുക്കുള്ള സിഫത്ത് എന്താണ്? അത് എന്റെ റബ്ബിന്റെ മേൽ ആവുക എന്ന സിഫത്താണ്. അവരുടെ ഹിസാബിനുക്കുള്ള സിഫത്ത് അത് എന്റെ റബ്ബിന്റെ മേൽ ആവുക. അവിടെ ജാറ് മജറൂർ, ആ ജാറ് മജറൂർ ഇവിടെ എന്തായി വന്നു? സിഫത്താണ്, ഹിസാബിന് സിഫത്താണ്. അപ്പോ സിഫത്തിന്റെ മേൽ മൗസൂഫിനെ കസർ ചെയ്തു. അവരുടെ ഹിസാബ് ആരുടെ മേൽ ചുരുക്കി? എന്റെ റബ്ബിന്റെ മേൽ ആവൽ എന്നതിന്റെ മേൽ ചുരുക്കി. എന്റെ റബ്ബിന്റെ മേൽ ആവുക എന്നതിന്റെ മേൽ ചുരുക്കി. അത് റബ്ബിന്റെ മേൽ മാത്രമാണ്, എന്നിലേക്ക് വിട്ടുകിടക്കുന്നില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വിട്ടുകിടക്കുന്നില്ല. കസ്ർ ഇലാഫിയാണ്. കണ്ടോ? വനദീറുഹു, ഈ പറഞ്ഞതിന്റെ നദീർ മാ ദക്കറഹു സാഹിബുൽ മിഫ്താഹ്, സാഹിബുൽ മിഫ്താഹ് പറഞ്ഞ ഒന്നാണ്. എന്നിലുള്ള നദീറാണ് മൗസൂഫിനെ സിഫത്തിന് മേൽ കസറാക്ക ലറുഫിന്റെ ബാബി. അതായത് ലറുഫ് സിഫത്തായിട്ട് വന്നു, ആ സിഫത്തിന്റെ മേൽ മൗസൂഫിനെ എന്താക്കി? കസറാക്കി. അതിന്റെ നദീർ. അല്ലാതെ മുസ്നദിനെ മുന്തിച്ചതിലും മുസ്നദിനെ തഖീർ ചെയ്തോടത്തുമുള്ള നദീറല്ല. ഇൻ ഹിസാബുഹും, അവരുടെ ഹിസാബല്ല ഇല്ല അലാ റബ്ബി, എന്റെ റബ്ബിന്റെ മേൽ അല്ലാതെയല്ല, അവരുടെ ഹിസാബ് എന്റെ റബ്ബിന്റെ മേൽ മാത്രമാണ്. അപ്പോൾ അവരുടെ ഹിസാബിനെ എന്തിന്റെ മേൽ ചുരുക്കി? എന്റെ റബ്ബിന്റെ മേൽ ആവലുകൊണ്ട് വസ്ഫ് സിദ്ദിഖലിന്റെ മേൽ ചുരുക്കി. മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കി. ലാ യതജാവസു, അല്ലേ? ലാ യതജാവസു, അവരുടെ ഹിസാബ് വിട്ടുകടക്കുകയില്ല. ഹു, എന്റെ റബ്ബിന്റെ മേൽ ആവലുകൊണ്ടുള്ള ഇത്തിസാഫിനെ വിട്ടുകടക്കുകയില്ല. ഇലൽ ഇത്തിസാഫി ബി അലയ്യ, എന്റെ മേൽ ആവലുകൊണ്ടുള്ള ഇത്തിസാഫിലേക്ക് വിട്ടുകടക്കുന്നില്ല.
ചില നുസ്ഖയിൽ ബി അലാ ഗൈരിഹി എന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ മേൽ ആവൽ കൊണ്ടുള്ള ഇത്തിസാഫിലേക്ക് വിട്ടുകിടക്കൂല. ബി അലയ്യ എന്നാണ് ഏറ്റവും നല്ലത്. ഫജമീഉ ദാലിക, ഈ ഉദാഹരണങ്ങൾ മുഴുവനും മിൻ കസ്റിൽ മൗസൂഫി അല സിഫത്തി, സിഫത്തിന്റെ മേൽ മൗസൂഫിനെ കസറാക്കിയതിൽപ്പെട്ടതാണ്. ദൂനൽ അക്സി, അക്സിനെ കൂടാതെ, എന്നല്ലാതെ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കിയതിൽപ്പെട്ടതല്ല. അക്സാകുകയാണെങ്കിൽ എന്താവും? മുന്തിച്ചാൽ മുസ്നദിനെ മുസ്നദ് ഇലൈഹിന്റെ മേൽ കസറാക്കൽ വരും. ഇവിടെ തഖ്ദീമു മുസ്നദ് ഇലൈഹി, മുസ്നദിനെ മുന്തിച്ചാൽ നഹ്വിന്റെ കാനൂൻ എന്താണ്? മുസ്നദ് ഇലൈഹിയെ മുസ്നദിന്റെ മേൽ കസറാക്കലാണ്. അതായത് മുസ്നദ് ഇലൈഹി മക്സൂറും മുസ്നദ് മക്സൂർ അലൈഹിയുമാണ്. ഇതാണ് കാനൂന്. തഖ്ദീമുള്ളോടത്ത് മുസ്നദിനെ എവിടെ മുന്തിക്കുന്നുവോ അവിടെ മുസ്നദ് ആരായിരിക്കും? മക്സൂർ അലൈഹി ആയിരിക്കും, മുസ്നദ് ഇലൈഹി മക്സൂറായിരിക്കും. മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കലല്ല, അക്സാണ് ഇവിടെ മുറാദെങ്കിൽ മുസ്നദിനെ മുസ്നദ് ഇലൈഹിന്റെ മേൽ കസറാക്കലിനെ ഈ ഇബാറത്ത് ഈ അക്സനുസരിച്ച് അങ്ങനെ മുസ്നദിനെ മുസ്നദ് ഇലൈഹിന്റെ മേൽ കസറാക്കലായി സംഭവിക്കും. അത് കാനൂനിന് എതിരാണ്. അപ്പൊ ഇവിടെയെല്ലാം ഉള്ളത് മുസ്നദിനെ മുസ്നദ് ഇലൈഹിയെ മുസ്നദിന്റെ മേൽ കസറാക്കലാണ്. അതായത് മുസ്നദ് ഇലൈഹി മക്സൂറും മുസ്നദ് മക്സൂർ അലൈഹിയും. മുസ്നദിനെ മുന്തിക്കുന്ന സ്ഥലത്തെല്ലാം മുസ്നദ് മക്സൂറും മുസ്നദ് ഇലൈഹി മുസ്നദ് മക്സൂർ അലൈഹിയും മുസ്നദ് ഇലൈഹി മക്സൂറും. എങ്ങനെ? മുസ്നദിനെ തഖ്ദീം ചെയ്യുന്ന സ്ഥലത്ത് മുസ്നദ് മക്സൂർ അലൈഹി മുസ്നദ് ഇലൈഹി മക്സൂർ. അപ്പോഴേ ഇവിടെ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കൽ എന്നത് സംഭവിക്കുകയുള്ളൂ. അക്സാണെങ്കിൽ സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കലാണെങ്കിൽ എന്ത് ഇവിടെ നിയമത്തിന് എതിര് സംഭവിക്കും. നിയമം എന്താണ്? മുസ്നദ് മുന്തിയാൽ മുസ്നദ് ഇലൈഹിയെ മുസ്നദിന്റെ മേൽ, അല്ലേ? മുസ്നദ് ഇലൈഹിയെ, അതായത് മുസ്നദ് ഇലൈഹിയെ മുസ്നദിന്റെ മേൽ കസ്ർ ചെയ്യലാണ് നിയമം. മുസ്നദ് ഇലൈഹിയെ മുസ്നദിന്റെ മേൽ കസ്റാക്കുക. അതേ സമയത്ത് അക്സാണ് മുറാദെങ്കിൽ മൗസൂഫിനെ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസ്റാക്കലാണെങ്കിൽ മുസ്നദിനെ മുസ്നദ് ഇലൈഹിന്റെ മേൽ കസ്റാക്കലായിട്ട് ഇവിടെ സംഭവിച്ചു പോകും. അത് ശരിയല്ല. കമാ തവഹമഹു ബഅ്ളുഹും, ചില ആളുകൾ അങ്ങനെ ഊഹിച്ചു പറഞ്ഞതുപോലെ. അത് ഇവിടെ സിഫത്തിന്റെ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കലല്ല, സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കലാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ലാ ഫീഹാ ഖൗലുൻ എന്നതിൽ സിഫത്തിന്റെ മൗസൂഫിന്റെ മേലാണ് കസർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണം പിന്നെ ദസൂക്കി നോക്കിയാൽ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് കിതാബ് ഇവിടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി